നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തുന്ന രക്തരക്ഷസ് എന്ന കഥയുടെ അവസാന ഭാഗത്തിലേക്ക് എൻ്റെ കഥാപ്രേമികളെ ഞാൻ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ഈ അവസാന കഥാഭാഗവും എൻ്റെ കഥാ അവതരണവും എൻ്റെ കഥാപ്രേമികൾക്ക് തികച്ചും ആസ്വാദ്യകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ കഥയിലെ കഥാപാത്രങ്ങളെ ഒരു തൂലികയിലൂടെ ചലിപ്പിച്ച് നമുക്ക് മുന്നിൽ സമ്മാനിച്ച ഈ കഥയുടെ കഥാകൃത്ത് ശ്രീ അഖിലേഷ് പരമേശ്വർ ഈ കഥ കേൾക്കാൻ ഇടവരികയും അദ്ദേഹം എന്നെ വിളിച്ച് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളെ ജീവസുറ്റ കഥാപാത്രങ്ങൾ ആക്കി മാറ്റിയതിൻ്റെ ആ സന്തോഷവും അതിൻ്റെ അവതരണ ഭംഗിയെക്കുറിച്ചും നേരിട്ട് എന്നോട് പറയുകയും അതിൻ്റെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. ഈ കഥ ഒരു കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ കഥ ദൃശ്യമാവുകയും ഒരു തൂലികയിലൂടെ നമ്മളിലേക്ക് അത് സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ ഒരു കഥാ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് ആ കഥയിലെ കഥാപാത്രങ്ങളെ ഞാൻ ജീവനുള്ളതാക്കി മാറ്റി എന്നു മാത്രം. അദ്ദേഹം എന്നെ വിളിച്ച് കഥാ അവതരണം വളരെ ഗംഭീരമായി എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. ഈ കഥ എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ കഥ നിങ്ങളിലേക്ക് എത്തിച്ചത് ഞാൻ മാത്രമല്ല, കഥാകൃത്ത് ശ്രീ അഖിലേഷ് പരമേശ്വർ കൂടിയാണ്. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ രക്തരക്ഷസ് എന്ന ഈ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. പ്രതിയോഗി അല്പം കൂടി മുൻപോട്ട് കടന്നു നിന്നു. ഇലച്ചാർത്തുകളെ തഴുകിയിറങ്ങിയ മങ്ങിയ ആ ചന്ദ്രപ്രഭയിൽ കൃഷ്ണമേനോൻ ആ മുഖം കണ്ടു. ആ മുഖം കണ്ട കൃഷ്ണമേനോൻ നടുങ്ങി. ഉണ്ണി! അയാളുടെ തൊണ്ട വരണ്ടു. മേനോന് ശരീരം തളരുന്നത് പോലെ തോന്നിപ്പോയി. അല്ല 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 മോനെ, നീ 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 എന്താ എന്താ അത്? നിനക്കെന്താ പറ്റിയേ? മേനോന് കൺമുൻപിൽ കണ്ടത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അഭിയുടെ മുഖത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രൗദ്രഭാവം, കണ്ണുകളിൽ അഗ്നി എരിയുന്നതുപോലെ. ആ സമയത്ത് കൃഷ്ണമേനോന്റെ നെഞ്ചിൽ എന്തോ കുത്തിക്കയറുന്ന വേദന. മേനോൻ തല താഴ്ത്തി നോക്കി. ആ സമയത്ത് കൃഷ്ണമേനോന്റെ ഇടതു നെഞ്ചിൽ കുത്തി നിർത്തിയിരിക്കുന്ന പിസ്റ്റലിന്റെ കുഴൽ അഭിമന്യു അത് കൂടുതൽ കൂടുതൽ അമർത്തുകയാണ്. സത്യത്തിൽ വേദന ശരീരത്തിനല്ല, മനസ്സിനാണ് എന്ന് മേനോന് തോന്നി. എന്താ മേനോൻ വല്യച്ഛ, തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു രംഗം ഇല്ലേ? ഇത് വിധിയാണ്. കാലമാണ് നിങ്ങളെ ഇങ്ങനെ എൻ്റെ മുൻപിൽ നിർത്തിയത്. അഭി തോക്ക് ഒന്നുകൂടി മേനോന്റെ നെഞ്ചിലേക്ക് അമർത്തി. ഉണ്ണി ഉണ്ണി നിനക്കെന്താ പറ്റിയേ? എന്താ എന്താ അത്? കുട്ടിക്കളിയാ? അതും ഈ തോക്കൊക്കെ വച്ച്? ആ പോട്ടെ പോട്ടെ, വാ വാ വീട്ടിലേക്ക്. മേനോൻ ആദ്യത്തെ ആ അമ്പരപ്പിൽ നിന്നും മോചനം ഉൾക്കൊണ്ട് തിരിച്ചു നടക്കാൻ തുടങ്ങി. പക്ഷേ അടുത്ത നിമിഷം പുറകിൽ നിന്നും അഭിമന്യു അയാളെ കാലുകൊണ്ട് ആഞ്ഞ് ചവിട്ടി. അപ്രതീക്ഷിതമായ ആ പ്രഹരത്തിൽ മേനോൻ മുഖമടിച്ചു വീണു. കാര്യങ്ങളൊന്നും പന്തിയല്ല എന്ന് വ്യക്തമായതും അയാൾ ചാടി എഴുന്നേറ്റ് അഭിക്കു നേരെ തിരിഞ്ഞു. കഴിവേറിയുടെ മോനെ, നീ 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 ആർക്ക് നേരെയാ കാലുയർത്തിയത് എന്നറിയോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണമേനോൻ അഭിമന്യുവിന്റെ മുഖത്തേക്ക് കൈവീശി. പക്ഷേ മുഖത്തിന് നേരെ വന്ന മേനോന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അഭിമന്യു മുഖം കോട്ടി ഒന്ന് ചിരിച്ചു. അറിയാമെടോ, എല്ലാം അറിയാം. അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. പക്ഷേ ഇനി തന്നെ കൊന്നു കുഴിച്ചു മൂടിയിട്ടേ ഈ അഭിമന്യു പോകൂ. എന്താ
മനസ്സിലായോ മംഗലത്ത് കൃഷ്ണമേനോനെ? അത് കേട്ടതും കൃഷ്ണമേനോന്റെ മുഖം കനത്തു. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അപകടം. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ഭയം പുറത്ത് കാട്ടാതെ മേനോൻ അഭിയെ ഒന്ന് തുറിച്ചു നോക്കി. നീ 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 എന്തൊക്കെയാ ഈ പറയണത്? പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കൃഷ്ണമേനോന്റെ ആ സ്വരത്തിൽ കയറിക്കൂടിയ പതർച്ച മറയ്ക്കാൻ മേനോനായില്ല. ഉണ്ണിയോ? ഏതുണ്ണി? ഞാൻ അഭിയാണ്, അഭിമന്യു. മംഗലത്ത് കൃഷ്ണമേനോന്റെ മൂത്ത പുത്രൻ ആദിത്യമേനോന്റെ മകൻ അഭിമന്യു എന്ന ആദിത്യൻ. അത് കേട്ടതോടെ കൃഷ്ണമേനോന് തലയ്ക്കുള്ളിൽ 1000 കടന്നലുകൾ ഒന്നിച്ചു മൂളുന്നത് പോലെ തോന്നി. ആദിത്യമേനോന്റെ മകൻ, ആദിത്യമേനോന്റെ മകൻ അഭിമന്യു. ഒടുവിൽ 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 ഞാൻ ഭയന്നതുപോലെ സംഭവിച്ചിരിക്കുന്നു. അതെ അതെ, അർജുനപുത്രനെ പോലെ അവൻ വന്നിരിക്കുന്നു എന്നോട് പകരം ചോദിക്കാൻ. മേനോന്റെ കൈകാലുകൾ തളർന്നു. കണ്ണിൽ ഇരുട്ട് കയറി. ഒരാശ്രയത്തിനായി അയാൾ ചുറ്റും നോക്കി. ഇല്ല ഇല്ല, ആരുമില്ല അവിടെ. അഭിയുടെ മുഖത്തെ ആ കൊലച്ചിരി കണ്ടതും മേനോന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. മരണം തന്നെ നോക്കി പല്ലിളിക്കുന്ന പോലെയാണ് അയാൾക്ക് തോന്നിയത്. ശ്രീപാർവതിയെ ആവാഹിച്ചപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി ലേ? ഇല്ലടോ, ഇല്ല. ഏത് രക്ഷസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും എന്റെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെടില്ല. അത് മാത്രല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ കൃഷ്ണമേനോൻ വല്യച്ഛ? വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു പകൽ സമയത്താണ് എൻ്റെ അച്ഛൻ, അതായത് മംഗലത്ത് ആദിത്യമേനോൻ, ഈ കുളത്തിൽ മരിച്ചു കിടന്നത്. മരിച്ചതല്ല എൻ്റെ അച്ഛൻ. നിങ്ങൾ ചവിട്ടി താഴ്ത്തി കൊന്നതാണ്. അത് പറഞ്ഞപ്പോ അഭിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ കവിളുകൾ കലികൊണ്ട് വിറച്ചു. താനിപ്പോ വിചാരിക്കണ്ടാവും ഞാൻ എങ്ങനെ ഇളയച്ഛന്റെ മകനായി ഇവിടെ എങ്ങനെ എത്തി, എൻ്റെ അച്ഛനെ താൻ കൊന്നത് എങ്ങനെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ താനിപ്പോ മനസ്സിൽ വിചാരിക്കണ്ടാവും ലേ? എന്നാ പറഞ്ഞു തരാം, എല്ലാം വിശദമായി പറഞ്ഞു തരാടോ. എന്തായാലും താൻ അങ്ങോട്ടൊന്നിരുന്നാട്ടെ. അഭിമന്യു അടുത്തു കിടന്ന കല്ല് ചൂണ്ടിക്കാട്ടി. പക്ഷേ മേനോൻ അത് കൂട്ടാക്കിയില്ല. അങ്ങോട്ടിരിക്കാൻ അഭിയുടെ സ്വരം കടുത്തു. ഒടുവിൽ അവൻ അയാളെ ബലമായി പിടിച്ചിരുത്തി. എന്നിട്ട് എതിർവശത്ത് നിന്ന ഒരു വാഗമരത്തിന്റെ തടിച്ച വേരിൽ അഭിയും ഇരുന്നു. ആ സമയത്ത് മേനോന്റെ കണ്ണുകൾ ചുറ്റും കറങ്ങി. അഭിയെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്ന ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. എങ്ങനെ രക്ഷപ്പെടാം എന്ന ചിന്തയാണ് ലേ? പക്ഷേ ബുദ്ധിമോശം കാട്ടരുത്. അവിടുന്ന് അനങ്ങിയ അഭി തോക്ക് കയ്യിലിട്ട് കറക്കി. അത് കേട്ടതും മേനോന്റെ കണ്ണുകൾ ഒന്ന് പിടച്ചു. ഇവൻ എങ്ങനെ എൻ്റെ മനസ്സ് വായിക്കാൻ പറ്റണു? സൂക്ഷിക്കണം, രക്ഷസിനേക്കാൾ അപകടകാരിയാണിവൻ എന്ന് കൃഷ്ണമേനോൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോ പറഞ്ഞു വന്നത്, എൻ്റെ അച്ഛനെ താൻ ഈ കുളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോ എൻ്റെ അമ്മയുടെ വയറ്റിലാണ് ഞാൻ. പക്ഷേ എൻ്റെ അച്ഛനെ കൊന്നതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത് അമ്മ അച്ഛനിൽ നിന്നും ഗർഭം ധരിച്ച കാര്യം. അതോടെ എൻ്റെ അമ്മയെ കൂടി ഇല്ലാതാക്കാൻ താൻ തീരുമാനിച്ചു. പക്ഷേ അച്ഛൻ കൊല്ലപ്പെട്ടെന്നും അടുത്ത ലക്ഷ്യം താനാണെന്നും അറിഞ്ഞ എൻ്റെ അമ്മ ജീവനും കൊണ്ട് ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെന്നില്ലാതെ ഓടി. ആ ഓട്ടം നിന്നത് ഒരു ബസ് സ്റ്റാൻഡിന്റെ ഒഴിഞ്ഞ മൂലയിലായിരുന്നു. സമയം സന്ധ്യയായതുകൊണ്ട് പെണ്ണിന്റെ ചൂര് തേടിയിറങ്ങുന്ന മനുഷ്യ നായ്ക്കൾ എൻ്റെ അമ്മയെ കടന്നു പിടിച്ചു. നിർത്താതെയുള്ള ഓട്ടവും അലച്ചിലും കൊണ്ട് ക്ഷീണിച്ച എൻ്റെ അമ്മയ്ക്ക്
ആ നീചന്മാരെ എതിർത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഒരു രക്ഷകനായി വന്നു. ആ രക്ഷകന്റെ പേര് സുദേവമേനോൻ, എന്റെ ഇളയച്ചൻ. അത് കേട്ടതും കൃഷ്ണമേനോന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി. ചെവിയിൽ ഈയം ഉരുക്കി വീണതുപോലെ അയാൾ തല കുടഞ്ഞു. തന്റെ ഇളയ സന്താനത്തിന്റെ സംരക്ഷണത്തിലാണ് അഭിമന്യു വളർന്നത് എന്ന സത്യം അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. വിശ്വാസം വരുന്നില്ല അല്ലേ? പക്ഷേ എന്ത് ചെയ്യാം, വിശ്വസിക്കണം. കാരണം അതാണ് സത്യം. താനും തൻ്റെ ആളുകളും എൻ്റെ അമ്മയെ തേടി നടന്നപ്പോ ഈ ഇളയച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ രഹസ്യമായി പാർപ്പിച്ചു. അങ്ങനെ കൊൽക്കത്തയിലേക്ക് സ്ഥിരതാമസമായപ്പോ ഇളയച്ചൻ അമ്മയെ അങ്ങോട്ടു കൂട്ടി. ഇളയച്ചനും ഇളയമ്മയ്ക്കും ഒരിക്കലും മക്കളുണ്ടാവില്ല എന്ന ശാസ്ത്രം വിധി എഴുതിയപ്പോഴാണ് എൻ്റെ ജനനം. അങ്ങനെ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം അവർ എന്നിലൂടെ നേടി. ഈ എന്നെ അവരുടെ മകനെ പോലെ അല്ല, മകനായി തന്നെ വളർത്തി പഠിപ്പിച്ചു. അങ്ങനെ ഓർമ്മ വച്ച കാലം തൊട്ടേ അവരാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷേ പാവം എൻ്റെ അമ്മ എല്ലാം കേട്ട് മിണ്ടാതെ നിന്നു. പക്ഷേ എല്ലാം എക്കാലവും മറച്ചു വയ്ക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. വളരെ അവിചാരിതമായി എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അമ്മയുടെ പഴയ ഒരു തുണിസഞ്ചിയിൽ നിന്നും എനിക്ക് കിട്ടി. അവിടെ നിന്നും മൂടിവെക്കപ്പെട്ട ഒരു സത്യം എനിക്ക് മുൻപിൽ വെളിപ്പെടുകയായിരുന്നു. ഞാൻ ആരാണ്? എൻ്റെ അച്ഛൻ ആരാണ്? അച്ഛൻ എങ്ങനെ മരിച്ചു? അങ്ങനെ എല്ലാം ഞാൻ അറിഞ്ഞു. സത്യമെല്ലാം അറിഞ്ഞപ്പോ എൻ്റെ കണ്ണിൽ കണ്ണീരായിരുന്നില്ല, തന്നോടുള്ള പകയുടെ കനലായിരുന്നു. എൻ്റെ 13ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് മരണത്തോട് മല്ലിടുമ്പോ എൻ്റെ അമ്മ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, തൻ്റെ ജീവനെടുക്കാൻ തുനിയരുത് എന്ന് മാത്രം. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരിക്കലും ഇളയച്ചനും ഇളയമ്മയും ജീവിച്ചിരിക്കെ ആവരുതെന്ന് മാത്രമാണ് എൻ്റെ അമ്മ പറഞ്ഞത്. പക്ഷേ ഇളയച്ചനും ഇളയമ്മയും പ്രായമാവുമ്പോഴേക്കും താൻ മരിക്കും എന്ന് പാവം എൻ്റെ അമ്മ കണക്കുകൂട്ടി. ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ കാത്തിരുന്നു. പക്ഷേ എൻ്റെ മുൻപിൽ വിധി വീണ്ടും കളം മാറി. പാവം ഇളയച്ചനും ഇളയമ്മയും അകാലത്തിൽ തന്നെ പൊലിഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു തൻ്റെ മരണം. പക്ഷേ അതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ട അതേ ദിവസം വന്നെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടോ കൃഷ്ണമേനോനെ. അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ മിസ്റ്റർ മംഗലത്ത് കൃഷ്ണമേനോൻ? അഭിമന്യു പല്ല് കടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റതും കൃഷ്ണമേനോൻ ഇരുന്നിടത്ത് നിന്ന് കൈകുത്തി വായുവിൽ ഉയർന്നു പൊങ്ങിയതും ഒരുമിച്ച് ആൾപ്പൊക്കത്തിൽ കുതിച്ചുയർന്ന മേനോന്റെ ഇടംകാൽ അഭിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. കടത്തനാടൻ കളരിമുറയിലെ ഗരുഡദണ്ഡനം എന്ന പ്രഹരവിദ്യ. കണ്ണ് ചിമ്മും വേഗത്തിൽ അങ്ങനെയൊരാക്രമണം അഭി പ്രതീക്ഷിച്ചതേയില്ല. അടികൊണ്ട് ദൂരേക്ക് വീണ അഭിയുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി. കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ ഒന്നും വ്യക്തമാവുന്നില്ല. അഭിമന്യു കവിളിൽ തൊട്ടുനോക്കി. പക്ഷേ വലത് കവിൾ അടിയേറ്റ് ചതഞ്ഞ് വിങ്ങിയിരിക്കുന്നു. അഭിക്ക് കണ്ണ് തുറക്കാൻ പറ്റണില്ല. മേനോൻ എവിടെ? അവൻ വേദന കടിച്ചമർത്തി മെല്ലെ കണ്ണുകൾ വലിച്ചു തുറന്നു. തലയ്ക്കുള്ളിൽ സൂചി കുത്തും പോലെ വേദന. വായിൽ ചോരയുടെ ചുവ. അറിഞ്ഞതും അവൻ നീട്ടി തുപ്പി. ഉമിനീർ കലർന്ന കൊഴുത്ത രക്തം
പുറത്തേക്ക് തെറിച്ചു. ഒപ്പം 2 പല്ലും. രക്തമൊഴുകുന്ന തൻ്റെ മുഖത്തേക്ക് നോക്കി ആർത്ത് ചിരിക്കുന്ന കൃഷ്ണമേനോനെ കണ്ടതും അഭി പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അനങ്ങാൻ കഴിയണില്ല. തല ഉയരണില്ല. ആരോ തന്നെ ബലമായി പിടിച്ചു വച്ചതുപോലെ അഭിക്ക് തോന്നി. അവൻ പതിയെ തല ചെരിച്ചു നോക്കി. ആ സമയത്ത് കൃഷ്ണമേനോൻ തൻ്റെ തടിച്ച കാല് അഭിയുടെ തോളിൽ ഒന്നുകൂടി അമർത്തി. പിടയ്ക്കാതെടാ ചക്ക. തന്തയെ കൊന്നതിന് കണക്ക് ചോദിക്കാൻ വന്നിരിക്കണു. മുലപ്പാലിന്റെ മണം മാറാത്ത നായന്റെ മോൻ. അത് കേട്ടപ്പോ അഭി പല്ല് ഞെരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും മേനോൻ കാലുയർത്തി ഒന്നുകൂടി ആഞ്ഞു തൊഴിച്ചു. അവന്റെ നാഭിയിൽ ഒരു കല്ല് വന്നിടിച്ചതുപോലെയാണ് അഭിക്ക് തോന്നിയത്. അവൻ ഒരു പുഴുവിനെ പോലെ നിലത്ത് കിടന്ന് പിടഞ്ഞു. ആ സമയത്ത് കൃഷ്ണമേനോൻ അലറി ചിരിക്കുകയാണ്. പകരം വിട്ടും പോലും അച്ഛന്റെ ഗതി തന്നെ മകനും. മേനോൻ പതിയെ അഭിയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അവന്റെ തലയിൽ ഒന്ന് തലോടി. പാവം എൻ്റെ കുട്ടി എന്തൊക്കെയായിരുന്നു. പക്ഷേ ആളറിയാതെ ഒന്ന് കൈവച്ചു ലേ. അത് കേട്ടപ്പോ അഭി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വായിൽ നിറഞ്ഞ രക്തം അവനെ അതിനനുവദിച്ചില്ല. മേനോൻ അവന്റെ മുടിയിഴകളിൽ കോർത്തു പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. ഇപ്പൊ മനസ്സിലായോ ഈ മംഗലത്ത് കൃഷ്ണമേനോൻ ആരാണെന്ന്? പുത്രഹത്യാ പാപത്തിന്റെ പുറകെ മറ്റൊരു ശാപം കൂടി. ആ സാരമില്ല, അതും കൂടി ഞാൻ അങ്ങോട്ട് സഹിച്ചു. പണ്ട് എന്റെ മകനെ ഇവിടെ ഈ കുളത്തിൽ താഴ്ത്തിയപ്പോ എനിക്ക് പറ്റിയ അബദ്ധം ഇന്നിങ്ങനെ നിന്റെ രൂപത്തിൽ വരുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ കുറച്ചു നാള് നിന്റെ തള്ളയെ അന്വേഷിച്ചു എന്നത് സത്യം തന്നെയാ. പിന്നെ അങ്ങോട്ട് പോട്ടേന്ന് വെച്ചു. പണ്ട് പറ്റിയ തെറ്റ് ഇനിയും ഞാൻ ആവർത്തിക്കാൻ പാടില്ല. കൊല്ലാതെ വിട്ടാൽ പല്ലുകളിൽ വിഷം നിറച്ച് നീ വീണ്ടും വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചത്തു തുലയടാ. അയാൾ അലറിക്കൊണ്ട് അഭിയുടെ തല മണ്ണിലേക്ക് ആഞ്ഞാഞ്ഞാഞ്ഞ് അടിച്ചുകൊണ്ടിരുന്നു. അവൻ കൈകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അഭിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. ആ ക്രൂരത കണ്ട് പ്രകൃതി പോലും നിശ്ചലമായിപ്പോയി. കൊക്കുരുമ്മി പ്രണയം പങ്കുവച്ചുകൊണ്ടിരുന്ന മാടപ്രാവുകൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അങ്ങനെ കൃഷ്ണമേനോൻ പതിയെ കൈ അയച്ചു. തല്ലിക്കൂട്ടിയ നാളികേരത്തൊണ്ടുപോലെ അഭിയുടെ ശിരസ് മണ്ണിൽ പുതഞ്ഞു കിടന്നു. അച്ഛനെ കൊന്നവനോട് പകരം വീട്ടാൻ വന്ന ആ ധീരപുത്രന്റെ രക്തം വീണ് മണ്ണ് കുതിർന്നു. അങ്ങനെ മേനോൻ പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അരുണന്റെ നേരിയ പ്രകാശം മാത്രമാണ് കുളിക്കരയിൽ പതിക്കുന്നത്. ആ സമയത്ത് രുദ്രശങ്കരനും കൂട്ടരും ആവാഹനപ്പുരയിൽ തന്നെ. സമീപത്ത് മറ്റാരുമില്ല. ഉടനെ മേനോൻ പതിയെ തിരിഞ്ഞ് അഭിയെ കൈകളിൽ തൂക്കിയെടുത്ത് കുളത്തിൻ്റെ ആ പടവുകൾ ഇറങ്ങി. വർഷങ്ങൾക്ക് മുൻപ് മൂത്തപുത്രനെ ചവിട്ടി താഴ്ത്തിയപ്പോഴുണ്ടായിരുന്ന അതേ ഭാവമായിരുന്നു കൃഷ്ണമേനോന്റെ മുഖത്ത്. എതിർത്ത് നിൽക്കുന്നത് സ്വന്തമായാലും ബന്ധമായാലും
തുടച്ചു നീക്കുന്ന ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ ഭാവം. ഇരുളടഞ്ഞ ജലം കാളകൂടം പോലെ കെട്ടിക്കിടക്കുന്നു. പായൽ വിഴുങ്ങിയ കൽപ്പടവുകളിൽ കാൽ വഴുതും എന്നുറപ്പായതും മേനോൻ 2 പടി മുകളിൽ നിന്ന് അഭിയെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ചിതറിമാറിയ ജലത്തിന്റെ കൈകൾ അഭിമന്യുവിനെ ഇരുളടഞ്ഞ ആഴങ്ങളിലേക്ക് വലിച്ചെടുത്തു. അവസാനം ചോര കലർന്ന ജലോപരിതലത്തിൽ അവസാന കുമിളയും വീർത്തു പൊട്ടി. ആ സമയത്ത് കൃഷ്ണമേനോന്റെ കണ്ണുകൾ തിളങ്ങി. കഴുവേറിയുടെ മോൻ, അവന്റെ അമ്മയുടെ ഒരു പ്രതികാരം. പക്ഷേ കുളത്തിന്റെ ആ ഇരുളുമയിലേക്ക് മുങ്ങിത്താഴുമ്പോ അഭി ശ്വാസം ആഞ്ഞു വലിച്ചു. മൂക്കിലും വായിലും വെള്ളം കയറിയതോടെ അവന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. മോനെ ഉണ്ണി, മോനെ ഉണ്ണി, മോനെ ഉണ്ണി, മോനെ ഉണ്ണി, മോനെ ഉണ്ണി, മോനെ ഉണ്ണി. ഒരു നനത്ത സ്വരം തന്റെ കാതുകളെ തഴുകുന്നത് പോലെ അവന് തോന്നി. ആരോ 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 വിളിക്കണു. ആരാത്? ആരാ? അമ്മ, അമ്മ, എൻ്റെ അമ്മ. അമ്മ വിളിക്കുന്നു. അമ്മ, എൻ്റെ അമ്മ. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ മനസ്സിൽ കുറേ മുഖങ്ങൾ മിന്നിമാഞ്ഞു. ക്യാൻസർ കാർന്നു തിന്ന തൻ്റെ അമ്മ, മേനോൻ ചവിട്ടിയരച്ച ശ്രീപാർവതിയുടെ കുടുംബം, ലക്ഷ്മി, കൃഷ്ണമേനോൻ ഇതേ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തിയ അച്ഛൻ. മേനോൻ, മേനോൻ, കൃഷ്ണമേനോൻ. അയാളുടെ മുഖം മനസ്സിൽ ഓർമ്മ വന്നതും അഭിക്ക് പുതിയൊരു ഊർജം ലഭ്യമായതുപോലെ തോന്നി. ആരോ മനസ്സിലിരുന്ന് പറയുന്നു, കൊല്ലണം, 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 മേനോനെ കൊല്ലണം. പക്ഷേ മേലാസകലം ഇടിച്ചു പിഴിഞ്ഞ വേദന. ശ്വാസം മുട്ടി പിടയുമ്പോഴും അഭിമന്യുവിന്റെ മനസ്സിൽ മേനോനെ കൊല്ലാനുള്ള ത്വര കൂടി വരികയായിരുന്നു. അതേ സമയത്ത് മുകളിൽ ജലനിരപ്പിലെ നിറം മാറ്റം കണ്ടതും മേനോന്റെ മുഖം സന്തോഷം കൊണ്ട് അങ്ങട് വികസിച്ചു. ഒരു ശത്രുവിനെ കൂടി ഇല്ലാതാക്കിയതിന്റെ നിർവൃതിയിൽ അയാൾ അലറി ചിരിച്ചു. മംഗലത്ത് കൃഷ്ണമേനോനെ വെല്ലുവിളിക്കാൻ വരുന്നവർക്കൊന്നും ജീവനോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. അയാൾ ആരോടൊന്നില്ലാതെ പുലമ്പിക്കൊണ്ട് തിരിച്ചു നടക്കാൻ പടിയിലേക്ക് കാലെടുത്തു വച്ചതും പിന്നിലെ ജലമൊന്നിളകി. പക്ഷേ തിരിഞ്ഞൊന്ന് നോക്കാനുള്ള സമയം ലഭ്യമാവും മുൻപേ തന്റെ ശരീരത്തിലേക്ക് എന്തോ തുളച്ച് കയറുന്നത് അയാൾ അറിഞ്ഞു. ആ സമയത്ത് മേനോന്റെ ഉള്ളിൽ നിന്നും എക്കിളെടുക്കും പോലെ ഒരു ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. അയാൾ അവിശ്വസനീയതയോടെ തല താഴ്ത്തി നോക്കി. ഇടത് നെഞ്ചിന് താഴെ കൂടി മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഒരു ചുരികയുടെ തലപ്പ്. അതിൽ നിന്നും ഇറ്റുവീണ രക്തത്തുള്ളികൾ നിമിഷങ്ങൾക്കുള്ളിൽ ജലത്തിൽ ചുവപ്പ് രാശി പടർത്തി. വാരിയെല്ല തകർത്തുകൊണ്ട് പാഞ്ഞു കയറിയ ചുരിക പിന്നിലേക്ക് വലിക്കപ്പെടുന്നത് അയാൾ അറിഞ്ഞു. വേച്ചുപോയ കാലുകൾ ബന്ധപ്പെട്ട് ഉറപ്പിച്ചുകൊണ്ട് കൃഷ്ണമേനോൻ തിരിഞ്ഞൊന്നു നോക്കി. പിന്നിൽ ചോരയൊഴുകുന്ന മുഖവുമായി അഭിമന്യു ചതഞ്ഞു തൂങ്ങിയ കണ്ണുകളിൽ അഗ്നി നിറച്ച് ചോരയിൽ മുങ്ങിയ ചുരികയുമേന്തി രണഭൂമിയിലെ യോദ്ധാവിനെ പോലെ അവൻ ചിരിക്കുന്നു. എനിക്കും ജയിക്കണ്ടേ, എനിക്കും ജയിക്കണ്ടേ കൃഷ്ണമേനോനെ, എനിക്കൊന്ന് ജയിക്കണ്ടേ.
ചത്തൂന്ന് കരുതി ലേ. ഫു! വായിൽ നിറഞ്ഞ ചോരയും ജലവും കൃഷ്ണമേനോന്റെ മുഖത്തേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് അഭിമന്യു പല്ല് കടിച്ചു. ഈ ചുരിക ഓർമ്മയുണ്ടോ? ഈ ചുരിക ഓർമ്മയുണ്ടോടോ തനിക്ക്? അഭിമന്യു കയ്യിലിരുന്ന ചുരിക മേനോന്റെ നേരെ ഉയർത്തി. ഒറ്റ കുത്തിൽ ശരീരത്തിനുള്ളിൽ ശക്തമായ മുറിവുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ചുരിക മാൻകൊമ്പിട്ട പിടിയിൽ പിച്ചിളക്കൊളുത്ത് അതിൽ തൂങ്ങിക്കിടക്കുന്നു. എന്റെ അച്ഛന്റെ ചുരികയാ. അച്ഛൻ മരിക്കുന്ന അന്ന് രാവിലെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ചുരിക. പക്ഷേ ഇതുകൊണ്ട് തന്നെ തൻ്റെ ജീവൻ എടുക്കണമെന്ന് എൻ്റെ അച്ഛൻ കൊതിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് മേനോന് ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. മുഖത്ത് തെറിച്ച ആ മിശ്രിതം അയാളുടെ കാഴ്ച മറച്ചു. ആ സമയത്ത് കുത്തുകൊണ്ടിടത്ത് കൈ അമർത്തി രക്തം പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അഭിമന്യുവിന്റെ കഴുത്തിൽ പിടിമുറുക്കി. എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതല്ലേ വല്യച്ഛ? എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതല്ലേ വല്യച്ഛ? ആ സമയത്ത് അഭിമന്യു അയാളെ ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി ആഞ്ഞു കുത്തി. മേനോന്റെ കണ്ണുകൾ മിഴിഞ്ഞു. മേനോന്റെ വായിൽ നിന്നും രക്തം അഭിയുടെ മുഖത്തേക്ക് തെറിച്ചു. സർവശക്തിയും സംഭരിച്ചുകൊണ്ട് മേനോൻ അലറിക്കരഞ്ഞു. പക്ഷേ വള്ളക്കടത്തമ്മയുടെ ശിവേലി എഴുന്നള്ളപ്പിന്റെ തുടക്കമറിയിച്ച് ഉയർന്നു പൊങ്ങിയ കതിനയുടെ കാതടിപ്പിക്കുന്ന ശബ്ദം മേനോന്റെ ആ രോദനത്തെ തട്ടിയെടുത്തു. അങ്ങനെ കണ്ണിൽ വീണ രക്തം വടിച്ചു മാറ്റിക്കൊണ്ട് അഭി കൈ അയച്ചതും അയാളുടെ ശരീരം അവന്റെ കൈകളിലൂടെ ഊർന്ന് കുളത്തിലേക്ക് വീണു. രക്തവർണ്ണമണിഞ്ഞ ജലത്തിന്റെ ആ ആഴങ്ങളിലേക്ക് മായുമ്പോ ഉള്ളിലടങ്ങിയ ജീവന്റെ അവസാന തുടുപ്പിൽ അടഞ്ഞു തുടങ്ങുന്ന കണ്ണുകളിൽ മേനോൻ ആ കാഴ്ച കണ്ടു. വർഷങ്ങൾക്ക് മുൻപ് താൻ നിഷ്കരുണം മുക്കിക്കൊന്ന തൻ്റെ മൂത്ത മകൻ ആദിത്യമേനോന്റെ മുഖം. ഒരു കൈക്കുഞ്ഞിനെ എന്ന വണ്ണം അവൻ തന്നെ കൈനീട്ടി വിളിക്കുന്നത് പോലെ കൃഷ്ണമേനോന് തോന്നി. അതു കണ്ട് ഭയം കൊണ്ട് വിറച്ച മേനോൻ വാ തുറന്നതും വെള്ളം ഇരച്ച് കയറി പതിയെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു. ആ സമയത്ത് കുളത്തിലെ ജലം അഭിയുടെ കാലുകളെ തഴുകി തലോടിക്കൊണ്ടേയിരുന്നു. പക്ഷേ അച്ഛൻ തന്നെ തഴുകുന്നത് പോലെയാണ് അവന് തോന്നിയത്. അച്ഛാ എന്ന ഇടറിയ വിളിയോടെ അഭി കുളപ്പടവിൽ തളർന്നിരുന്നു. അതേസമയം കിള്ളിമംഗലം കൊച്ചുകേശവന്റെ പുറത്ത് ശിവേലി എഴുന്നള്ളുമ്പോൾ വള്ളക്കടത്ത് ഭഗവതിയുടെ മുഖത്ത് അസാധാരണമായ ഒരു തിളക്കമുണ്ടെന്ന് ശങ്കരനാരായണ തന്ത്രിക്ക് തോന്നി. അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ച് ആദിപരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് അകക്കണ്ണ് മംഗലത്തേക്ക് തുറന്നു. മംഗലത്ത് തറവാട്ടിലെ കുളവും കുളപ്പടവിൽ ചോര പുരണ്ട് ചുരികയുമായി തല കുമ്പിട്ടിരിക്കുന്ന അഭിമന്യുവിന്റെ രൂപവും തന്ത്രിയുടെ മനസ്സിൽ തെളിഞ്ഞു. ഹേയ്, എന്താ ശങ്കര ഒരു ആലോചന? ഒടുവിൽ അത് സംഭവിച്ചു ഇല്ലേ? ആരാ, രക്ഷസോ അതോ ആ ചെക്കനോ? വാസുദേവതന്ത്രിയുടെ ചോദ്യത്തിന് ഒരു ദീർഘനിശ്വാസത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞു. രക്ഷസല്ല, അവനാണ് അഭിമന്യു. അത് കേട്ടപ്പോ ശങ്കരനാരായണ തന്ത്രികളോട് വാസുദേവതന്ത്രി പറഞ്ഞു, എനിക്കറിയായിരുന്നോടോ ഇതിങ്ങനെയൊക്കെ വരുള്ളൂന്ന്. അത് അയാളുടെ വിധിയാണടോ.
അയാള് എരന്നു വാങ്ങിച്ച വിധി. അത് മാത്രല്ല, അവന്റെ പേര് തന്നെ അങ്ങനെയല്ലേ. മറുപക്ഷത്ത് സ്വന്തം പിതാമഹനും ഗുരുപരമ്പരകളുമാണ് എന്നറിഞ്ഞിട്ടും ശത്രുവിനെ ശത്രുവായി കണ്ട് ആയുധമെടുത്ത അർജുനപുത്രന്റെ നാമമല്ലേ അവന് അഭിമന്യു. എടോ, താൻ നോക്കുക, ആ ആനപ്പുറത്തേക്കൊന്ന് നോക്കുക, ആ തെടമ്പിലേക്കൊന്ന് നോക്കുക. ഇയാളുടെ മരണം അവന്റെ കൈകൊണ്ട് സംഭവിച്ചതിൽ അമ്മയ്ക്ക് പോലും സന്തോഷാണ്. പിന്നെ ഇനിയും എന്തിന് നമുക്ക് മനോവിഷമം? രക്ഷസിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാം എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ചെയ്തു. ബാക്കിയെല്ലാം അയാളുടെ കർമ്മഫലം. വാസുദേവ തന്ത്രിയുടെ ആ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് ശങ്കരനാരായണ തന്ത്രിക്ക് തോന്നി. പിന്നെ മറ്റൊരു ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കാതെ അദ്ദേഹം മുൻപോട്ട് നടന്നു. അതേ സമയത്ത് തർപ്പണം കഴിച്ച് ആവാഹനപ്പുരയുടെ പുറത്തിറങ്ങിയ രുദ്രശങ്കരൻ ഹോമത്തിന്റെ അവസാന കർമ്മമായ ഗുരുതിക്ക് തയ്യാറെടുത്തു. പുറത്ത് ചാണകമടിച്ച് നാക്കില വിരിച്ച് അതിൽ വച്ചിരിക്കുന്ന കുമ്പളങ്ങ മുറിച്ച് ഗുരുതി കഴിക്കുമ്പോ രുദ്രന്റെ മുഖത്ത് ചെറുചിരി വിടർന്നു. കർമ്മങ്ങളൊക്കെ പൂർത്തിയായി. ഇനി മടങ്ങാം, ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. രുദ്രശങ്കരൻ പരികർമ്മികൾക്ക് നിർദ്ദേശം നൽകി. ആയിക്കോട്ടെ ഉണ്ണിത്തിരുമേനി, നമ്മള് മേനോൻ അദ്ദേഹത്തെ കണ്ടിട്ടല്ലേ പോവൂ? ദേവദത്തൻ സംശയം ഉന്നയിച്ചു. ഇനി ഇനി അതിൻ്റെ ആവശ്യമില്ല ദേവേട്ട. അയാള് പോയി. അല്ല, അയാളെ പറഞ്ഞു വിട്ടു. ഞാനിപ്പ വരാം, മടക്കത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് രുദ്രശങ്കരൻ പറഞ്ഞു. രുദ്രശങ്കരൻ പറഞ്ഞതൊന്നും കാര്യമായി വ്യക്തമായില്ലെങ്കിലും കൃഷ്ണമേനോന്റെ മരണം സംഭവിച്ചുവെന്ന് ദേവന് ഉറപ്പായി. അങ്ങനെ കുളക്കടവിലിരിക്കുന്ന അഭിമന്യുവിന്റെ ആ പുറത്ത് ഒരു കൈ അമർന്നതും അഭിമന്യു ഞെട്ടി ഒന്ന് കണ്ണു തുറന്നു. ചോര ഉണങ്ങിത്തുടങ്ങിയ ചുരിക വലിച്ചെറിഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റു. തനിക്ക് മുൻപിൽ ചെറുചിരിയോടെ നിൽക്കുന്ന രുദ്രശങ്കരനെ കണ്ടതും അണപൊട്ടിയ സങ്കടം കണ്ണുനീരായി അവനിൽ ഒഴുകിയിറങ്ങി. തിരുമേനി, തിരുമേനി, ഞാൻ 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 കൊന്നു, ഞാൻ കൊന്നു അയാളെ, ഞാൻ കൊന്നു. ഈ കൈകൊണ്ടാണ് ഞാൻ കൊന്നത്. ഈ കൈകൊണ്ട് ഞാൻ കൊന്നു. ഒരു ഭ്രാന്തനെ പോലെ അഭിമന്യു പുലമ്പിക്കൊണ്ടിരുന്നു. സാരില്ല, ഇതാണ് അയാളുടെ വിധി. ബാക്കിയെല്ലാം അതിനൊരു കാരണമായി എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പ്രസ്താവിക്കാൻ പോവുക. അതെന്താണെന്നറിയോ തനിക്ക്? കേട്ടോളുക. ശ്രീപാർവതിയെ ബന്ധിക്കും മുൻപ് ശ്രീപാർവതി മേനോനെ കൊന്നു. ഈ കുളത്തിൽ നിന്നും ഇനി ആ ശരീരം വീണ്ടെടുക്കുക പ്രയാസം. ഇത് ഇന്ന് ഞാൻ ജനങ്ങളിൽ പറഞ്ഞു ധരിപ്പിക്കും. പിന്നെ താൻ ഇന്ന് തന്നെ മടങ്ങിക്കൊള്ളുക. വേണ്ട തിരുമേനി, വേണ്ട. ഞാൻ പോലീസിൽ കീഴടങ്ങിക്കോളാം. ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ പോലീസിൽ കീഴടങ്ങിക്കോളാം. തെറ്റ് തന്നെയാണ് തിരുമേനി. ഞാനാണ് അയാളെ കൊന്നത്. എടോ അഭി, തനിക്കറിയോ, ഈ നാട്ടിലെ പോലീസും കോടതിയുമെല്ലാം ആ വള്ളക്കടത്ത് ഭഗവതിയാണ്. ആ ദേവി എന്നിലൂടെ തന്നോട് പറയുന്നു, മടങ്ങിക്കോളുക. തന്നെ മാത്രം സ്വപ്നം കണ്ട് തനിക്കൊപ്പം ജീവിക്കാൻ കൊതിക്കുന്ന ഒരു പെണ്ണ് ബാക്കിയുണ്ട്. അത് താൻ മറക്കരുത്. ആരോരും ആശ്രയമില്ലാത്ത അവൾക്ക് ഇനി താൻ മാത്രമേ ഉള്ളൂ. അതോർമ്മ വേണം. പോകൂ. രുദ്രശങ്കരന്റെ ആ വാക്കുകളെ ധിക്കരിക്കാൻ അഭിക്കായില്ല. ഒരിക്കൽ കൂടി കുളത്തിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മംഗലത്തേക്ക് നടന്നു. ഹലോ മാഷേ, എഴുന്നേറ്റ്. വള്ളക്കടത്തിനല്ലേ ടിക്കറ്റ് എടുത്തേ? ദേ സ്റ്റോപ്പ് എത്തി. കണ്ടക്ടർ തോളിൽ തട്ടിയപ്പോഴാണ് അഭിമന്യു കണ്ണു തുറന്നത്. മുഖം അമർത്തി തുടച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും കണ്ണട എടുത്തു വച്ച് അയാൾ പുറത്തേക്കൊന്ന് നോക്കി. വള്ളക്കടത്ത് എന്നെഴുതിയ വലിയൊരു ബസ് ബെയിലാണ് വണ്ടി നിൽക്കുന്നത്. അല്ല മാഷേ, ഇറങ്ങണില്ലേ? ഇത് ലാസ്റ്റ് സ്റ്റോപ്പാ.
നിങ്ങൾ പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഓട്ടോ വിളിക്കേണ്ടി വരും. ആയിക്കോട്ടെ. അഭിമന്യു അയാളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ബർത്തിലിരുന്ന ബാഗ് വലിച്ചെടുത്ത് മുൻപോട്ട് നടന്നു. മുൻപിലെ സീറ്റിൽ ഉറക്കത്തിലായിരുന്ന ലക്ഷ്മിയെയും 6 വയസ്സുകാരി മകളെയും തട്ടി വിളിച്ച് അഭിമന്യു പുറത്തേക്കിറങ്ങി. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം വള്ളക്കടത്ത് മണ്ണിൽ കാൽ കുത്തുമ്പോ അയാളുടെ കണ്ണുകളിൽ ചെറിയൊരു നനവ് പടർന്നിട്ടുണ്ടായിരുന്നു. ഉടനെ അടുത്തു കണ്ട ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വള്ളക്കടത്ത് ക്ഷേത്രത്തിലേക്ക് ഓട്ടം വിളിക്കുമ്പോ അഭി ചുറ്റുമൊന്ന് നോക്കി. ആകെ മാറിയിരിക്കുന്നു. പഴയ ഗ്രാമം നഗരത്തിന് വഴിമാറി. റോഡുകൾ വികസിച്ചു. വാഹനങ്ങളും കടകളും വർദ്ധിച്ചു. എന്തൊക്കെയോ തിരക്കുകളുമായി എങ്ങോട്ടൊക്കെയോ പോകുന്ന ആളുകൾ. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. കാലത്തിൻ്റെതായ മാറ്റങ്ങൾ തനിക്കും സംഭവിച്ചിരിക്കുന്നു. മുടിയിൽ നര കയറി, കാഴ്ച മങ്ങിത്തുടങ്ങി. കണ്ണട വച്ചില്ലെങ്കിൽ ഒന്നും വ്യക്തമല്ല. കൃഷ്ണമേനോന്റെ അന്നത്തെ ആ കളരിപ്രയോഗത്തിൽ തളർച്ച ബാധിച്ച കൈക്ക് സ്വാധീനം ഇപ്പോഴും കുറവ്. വീണ്ടും ആ പഴയ ചിന്തകളിലേക്ക് മനസ്സ് പാഞ്ഞപ്പോഴേക്കും ഓട്ടോ ക്ഷേത്രത്തിന്റെ ഗേറ്റിൽ എത്തിയിരുന്നു. ഉടനെ അഭിമന്യു പുറത്തേക്ക് ഒന്ന് നോക്കി. ക്ഷേത്രത്തിനും കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ സമീപത്ത് കുറേയേറെ കടകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പടുകൂറ്റൻ കമാനം. എത്രയായി? വണ്ടിയിൽ നിന്നിറങ്ങുമ്പോ അഭി ഡ്രൈവറെ ഒന്ന് നോക്കി. ഒന്നും വേണ്ട. നരബാധിച്ച താടി ഉഴിഞ്ഞുകൊണ്ട് അയാൾ അഭിമന്യുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. നിറഞ്ഞ ചിരിയോടെ തന്നോട് വാടക വേണ്ട എന്ന് പറഞ്ഞ ആ ഓട്ടോക്കാരനെ പണ്ടെവിടെയോ കണ്ടു മറന്നതുപോലെ അയാൾക്ക് തോന്നി. കണ്ണട ഒരിക്കൽ കൂടി ഉറപ്പിച്ചു വച്ചുകൊണ്ട് അഭി അയാളെ സൂക്ഷിച്ചൊന്നു നോക്കി. അല്ല, ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. ഞാൻ എവിടെയോ നമ്മൾ ഇതിനു മുൻപ് പരിചയമുള്ളതുപോലെ ഒരു... അയാൾ പാതിയിൽ നിർത്തി. താൻ മറന്നു എന്നെ അല്ലേ? ഞാൻ ദേവനാണടോ, കാളകെട്ടിയില്ലാത്ത ദേവദത്തൻ. അത് കേട്ടപ്പോ അഭിമന്യുവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് മിഴിഞ്ഞു. ദേവേട്ടൻ. ആ ചുണ്ടുകൾ വിറച്ചു. അതെ അതെ, താൻ പോയേ പിന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുടോ. കണ്ടില്ലേ, പഴയ പാടങ്ങൾ നിന്നിടത്ത് കെട്ടിടങ്ങളും റോഡുകളും ഒക്കെയായി. അഭിമന്യു ചുറ്റും നോക്കി. ശരിയാണ്, വള്ളക്കടത്ത് പാടം നിശേഷം മാഞ്ഞിരിക്കുന്നു. അല്ല, ദേവേട്ടൻ എന്താ ഓട്ടോ ഒക്കെ ആയിട്ട്? കാളകെട്ടിയിലല്ലേ അപ്പോ ഇപ്പോ? ലക്ഷ്മിയുടെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ആ ചോദ്യം കേട്ടതും ദേവദത്തന്റെ മുഖം മ്ലാനമായി. എന്താ പറയാ മോളെ, ജീവിക്കണ്ടേ മോളെ? മക്കളുടെ പഠിപ്പ്, വീട്ടിലെ ചെലവ്, എന്റെയും സഹധർമ്മിണിയുടെയും എണ്ണയും കുഴമ്പും എല്ലാം ഇവനെ ഓടിച്ച് കയ്യാക്കണം. ശങ്കരനാരായണ തന്ത്രി അദ്ദേഹം മരണമടഞ്ഞതോടെ ഉണ്ണി തിരുമേനി ആകെ അങ്ങട് വല്ലാതെയായി. അതിൽ നിന്നും ഒരു മോചനം ആവട്ടെ എന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു വേളി കഴിപ്പിച്ചു. അത്രയും പറഞ്ഞ് നീട്ടി ചുമച്ചുകൊണ്ട് ദേവൻ തുടർന്നു. അല്ല, ഇല്ലത്തമ്മ വന്നതോടെ പരിഷ്കാരങ്ങളൊക്കെ മാറി മോളെ. ഇല്ലവുമായി ബന്ധം ഇല്ലാത്തവര് അവിടെ നിൽക്കണ്ട എന്നായിരുന്നു ഇല്ലത്തമ്മയുടെ ഉത്തരവ്. അതോടെ ഞാനും പുറത്തായി. അത് ഉണ്ണിത്തിരുമേനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ് ഉണ്ണിത്തിരുമേനിയെ സമാധാനിപ്പിച്ചു. അല്ല, അല്ലെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാ ദേവേട്ടാ. ഒന്നും നമ്മൾ സ്വപ്നം കാണും പോലെ അല്ലല്ലോ, ആരും നമ്മൾ കാണും പോലെയുമല്ല. അഭിമന്യു ഒരു ദീർഘനിശ്വാസത്തോടെ അത്രയും പറഞ്ഞ് അയാളുടെ തോളിൽ പതുക്കെ കൈവച്ചു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇതാരാ? തന്റെ മോളാ? ലക്ഷ്മിയുടെ സാരിത്തുമ്പിൽ തൂങ്ങി ഒളിച്ചു നിന്ന ആ പെൺകുട്ടിയെ നോക്കി ദേവൻ ചിരിച്ചു. അവളുടെ വെള്ളാരം കണ്ണുകളിൽ പുതിയൊരു ലോകത്ത് എത്തിയ തിളക്കമുണ്ടായിരുന്നു. അതെ, ഈ ഒരാളേ ഉള്ളൂ എന്ന് ദേവൻ ചോദിച്ചു. അതെ, ഈ ഒരാളേ ഉള്ളൂ, ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല. അഭിമന്യു ദേവനോട് പറഞ്ഞ ആ ഫലിതം കേട്ട് ലക്ഷ്മിയുടെ മുഖം നാണം കൊണ്ട് ഒന്ന് ചുവന്നു. അതെ, മോക്ക് മാമനെ മനസ്സിലായോ? ദേവൻ ആ സുന്ദരിക്കുട്ടിക്ക് നേരെ തിരിഞ്ഞു. അതെ, ഞാനും മോളുടെ അച്ഛനൊക്കെ വലിയ കൂട്ടുകാരായിരുന്നു. അതെ, എന്താ മോളുടെ പേര്? അയാളുടെ ആ ചോദ്യം കേട്ടതും അവൾ സംശയഭാവത്തിൽ അമ്മ ലക്ഷ്മിയെ ഒന്ന് നോക്കി.
എന്നെ നോക്കാണ്ട് മാമനോട് പറയൂ മോളെ, മോളുടെ പേര് പറയൂ. സാരിത്തുമ്പിൽ മുഖമൊളിപ്പിച്ച് നിന്ന ആ മകളെ ലക്ഷ്മി മുൻപോട്ട് നീക്കി നിർത്തി. ആ സമയത്ത് ആലിലകളെ തഴുകിയെത്തിയ ഇളം കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ മാടിയൊതുക്കി ചെറുചിരിയോടെ അവൾ പറഞ്ഞു, എന്റെ പേര് ശ്രീപാർവതി. ശ്രീപാർവതി പാർവതി പാർവതി പാർവതി. ഇത്രയും പറഞ്ഞുകൊണ്ട് 24 ഭാഗമായ രക്തരക്ഷസ് എന്ന ഈ കഥ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും ഉൾമുനയിൽ നിർത്തി അവസാന ഭാഗത്തിൽ വളരെ രസകരമാകും വിധം ഈ കഥ അവസാനിപ്പിക്കാൻ എന്നെക്കൊണ്ട് ഒരു കഥാ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രക്തരക്ഷസ് എന്ന കഥയുടെ ഈ 24 ഭാഗങ്ങളും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.